ആറാട്ടണ്ണന് എന്നല്ല, ലോകത്തൊരാൾക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റിയ സ്ഥലമല്ല സിനിമാ തിയേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ ഏകദേശം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ലൈം ലൈറ്റിൽ നിൽക്കുന്ന വിഷയത്തിലേക്കൊന്ന് നോക്കാം. ഐശ്വര്യലക്ഷ്മി അവരഭിനയിച്ച പുതിയ സിനിമയൊക്കെ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു, എല്ലാവർക്കും ബൈറ്റൊക്കെ കൊടുത്തിട്ട്. ആ സമയത്ത് ആറാട്ടണ്ണൻ എന്ന് സ്വയം എല്ലായിടത്തും പരിചയപ്പെടുത്തുന്ന, എല്ലാവരും അങ്ങനെ അറിയുന്ന സന്തോഷ് വർക്കി അദ്ദേഹം ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ നോക്കി. അപ്പോൾ ഐശ്വര്യലക്ഷ്മി അത് മൈൻഡ് ചെയ്യാതെ, അതായത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ താല്പര്യമില്ലാതെ തിരിഞ്ഞു നിൽക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ക്ലിപ്പ് മാത്രം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. പല തരത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട്. കമൻറ്റ് ബോക്സിൽ നോക്കിയപ്പോൾ ഐശ്വര്യലക്ഷ്മിക്ക് ജാടയാണോ അഹങ്കാരമാണോ, ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു വിഭാഗത്തിനെ കണ്ടു. അതുപോലെ ഈ സന്തോഷ് വർക്കിയൊക്കെ എന്തിനാണ് മൈൻഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന വേറൊരു വിഭാഗത്തിനെയും കണ്ടു. ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് എടുത്ത് നോക്കുമ്പോൾ ഐശ്വര്യലക്ഷ്മി അവിടെ സിനിമയ്ക്ക് വന്നിറങ്ങിയ സമയത്ത് എന്തോ സന്തോഷ് വർക്കി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ ശ്രമിക്കുകയും അവർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം കാണുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് പറയുന്നൊരു ചോദ്യമാണ് എനിക്ക് തോന്നിയത്. കാര്യം രണ്ടാമത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പോകുമ്പോഴാണ് ഐശ്വര്യലക്ഷ്മി മൈൻഡ് ചെയ്യാതിരുന്നതല്ല ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതിരുന്നത്. ഇനി ആദ്യം ഒരു പ്രാവശ്യം കൊടുത്തതാണല്ലോ, പിന്നെ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യത്തിനും അപ്പുറത്ത് എന്തിനാണ് ഐശ്വര്യലക്ഷ്മി ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്? നമുക്ക് ആദ്യം ഈ ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറയുന്ന പരിപാടിയെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം. എന്തിനാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ് നമ്മൾ ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്? അയാളെ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത്, അതല്ലെങ്കിൽ അയാൾ നമ്മളും തമ്മിലൊരു പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അതൊരു ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള അങ്ങനത്തെ ഒരു ജസ്റ്ററാണത്. ചില ആളുകൾക്ക് ഇപ്പം വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ആവുന്ന ചില ആൾക്കാരുണ്ട്. അതായത് നമ്മൾ ഇമോഷണലി പ്രകടിപ്പിച്ചാൽ മാത്രം പോരാ, വാക്കുകൾ കൊണ്ടത് പറയണം. വേർഡ്സ് ആണ് അവരെ ടച്ച് ചെയ്യുക. വേറെ ചില ആളുകൾക്ക് നമ്മൾ ശരീരത്തിൽ തൊട്ട് സംസാരിച്ചാലാണ്, ചില ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, അവർ കൈ പിടിച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കുക. കൈ പിടിക്കാൻ അനുവദിക്കാതിരുന്നാൽ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ. അവർ ട്രസ്റ്റുള്ളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത് ബോഡി ടച്ചിലൂടെയാണ്. അങ്ങനെ ഒരാൾ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് തരുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് ഷെയ്ക്ക് ഹാൻഡ് ഒരു വലിയ ഘടകമൊന്നുമല്ല. ഇനി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നവരിൽ ഒരു വിഭാഗം ഞാൻ ഈ പറഞ്ഞ ബോഡി ടച്ചിലൂടെ ആ ട്രസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി അവർക്കൊരു സ്പർശന സുഖമാണ്. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഈ സെലിബ്രിറ്റീസിനെയൊക്കെ അടുത്ത് കാണുക, ഈ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോൾ ഉടനെ ചാടി ദേഹത്ത് കൈയിടുക, ശരീരത്തെ എവിടെയെങ്കിലും സ്പർശിക്കുക, പിച്ചുക. ടൊവിനോ തോമസ് പണ്ട് തെറി വിളിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലേ? ആ പിച്ചിയ ആൾക്ക് ടൊവിനോയെ ഉപദ്രവിക്കണം എന്നുള്ള ആഗ്രഹമല്ല, ഈ സെലിബ്രിറ്റീനെ ഞാൻ എന്തോ ചെയ്തു, എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ സന്തോഷ് വർക്കി വനിതാ തിയേറ്ററിൽ വരുന്ന വേറെ ആർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താലും, ആരുടെ അടുത്ത് പോയി നിന്ന് സംസാരിച്ച് കഴിഞ്ഞാലും അതിന് വലിയ കവറേജ് കിട്ടില്ല. പക്ഷേ ഒരു നടിയോടൊപ്പം നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ നടനോടൊപ്പം നിന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവർ ക്യാമറയിൽ വരാനുള്ള സാധ്യത കൂടും. അവിടെ പോപ്പുലാരിറ്റി എന്ന് പറയുന്ന ഒരു എലമെൻ്റാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഐശ്വര്യലക്ഷ്മി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതെ പോയി, എന്താണ് സംഭവിച്ചത്? ആറാട്ടണ്ണൻ വീഡിയോ ചെയ്യുന്നു, ആറാട്ടണ്ണൻ ചമ്മിയത് കണ്ടു, ആറാട്ടണ്ണൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇയാളിങ്ങനെ ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പോപ്പുലാരിറ്റി എന്ന് പറയുന്നൊരു കാര്യത്തിന് വേണ്ടിയും ആൾക്കാർ ഇതുപോലെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, അടുത്ത് നിൽക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ ഐശ്വര്യലക്ഷ്മിയുടെ സിനിമ കണ്ടു, അല്ലെങ്കിൽ സിനിമകൾ മുമ്പ് കണ്ടിട്ടുണ്ട്, നല്ല സിനിമയാണ് കേട്ടോ എന്ന് പറയാൻ അവരുടെ കൈ പിടിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ സിനിമകൾ കാണാറുണ്ട്, നല്ല പെർഫോമൻസ് ആണ് കേട്ടോ എന്ന് പറയാം. പിന്നെ ആറാട്ടണ്ണൻ ഓൾറെഡി യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വീഡിയോ ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുന്നതല്ലേ. ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ അവസരം കിട്ടുമ്പോൾ പുകഴ്ത്തി പറഞ്ഞാൽ പോരെ. ആൻഡ് നിങ്ങൾ വനിതാ തിയേറ്റർ എടുത്ത് നോക്കിയാലും അവിടെ ഈ സെലിബ്രിറ്റീസ് വരുന്നു, അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ സിനിമ റിലീസാവുന്ന ദിവസം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരുപാട് മീഡിയ അറ്റൻഷൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിനോടൊപ്പം അറ്റൻഷൻ ഗ്രാബ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും അവിടെ എത്തുന്നുണ്ട്. സന്തോഷ് വർക്കിക്ക് ആത്മാർത്ഥമായ ഐശ്വര്യലക്ഷ്മിയെ അഭിനന്ദിക്കാനാണെങ്കിൽ പുള്ളിക്ക് സ്വന്തമായിട്ട് ഫേസ്ബുക്ക് പേജുണ്ട്, അതുപോലെ തന്നെ പുള്ളി ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു റെസ്പെക്റ്റബിൾ ഡിസ്റ്റൻസിൽ നിന്നിട്ട് പറയാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാൾ ഷെയ്ക്ക് ഹാൻഡ് തരാൻ വന്നപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ മനസ്സ് കാണിച്ചില്ല എന്നുള്ളത് ലോകത്തൊരു വലിയ അപരാധമൊന്നുമല്ല. അതിന് നിങ്ങൾ ജാട, അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് എന്ത് പരിപാടി കാണിച്ച് വിളിച്ചാലും ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറയുന്നത് അതൊരു കമ്മ്യൂണിക്കേഷനാണ്, ഒരു മ്യൂച്വൽ കമ്മ്യൂണിക്കേഷനാണ്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ റെസ്പോണ്ട് ചെയ്താൽ മതി. അതിപ്പോൾ ഐശ്വര്യലക്ഷ്മി എന്നല്ല, അവിടെ ഉണ്ടായിരുന്ന സൗബിൻ ഷാഹിർ ആണെങ്കിലും പോട്ടെ, പൃഥ്വിരാജ് ആണെങ്കിലും, ഇന്നിപ്പോൾ വളർന്നു വരുന്ന ഏതെങ്കിലും ഒരു താരമാണെങ്കിൽ പോലും, സന്തോഷ് വർക്കി എന്നല്ല, ഇവൻ ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പോയാലും അയാൾക്കും കൂടി തോന്നുകയാണെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ മതി. ആ മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നാൽ മതി. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ഐശ്വര്യലക്ഷ്മി ഒരു പ്രാവശ്യം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തല്ലോ, അതുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം കൊടുക്കാത്തത് കുഴപ്പമില്ല എന്ന ന്യായീകരണം പോലും അവിടെ ആവശ്യമില്ല. അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ തോന്നിയില്ല, കൊടുത്തില്ല. അതിൻ്റെ പുറത്ത് വേറെ കൊട്ടാരം മണിയലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടാണ്. അതിന് നിന്ന് കൊടുക്കാൻ അവർക്ക് സമയമില്ല, അവർക്ക് താല്പര്യമില്ലാന്ന് തോന്നി
അതിലിപ്പോൾ എന്താ കുഴപ്പം? പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആളുകളോട് അടുത്ത് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് പോപ്പുലറായ ആളുകളോട് അടുത്ത് ഇടപഴകാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് അവർ നമ്മളിലേക്ക് വരട്ടെ, നമുക്കതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാമല്ലോ. ഞാനും ഇതേ വനിതാ തിയേറ്ററിൽ സിനിമയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ചില പേരുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കമൻറ്റ് ബോക്സിൽ വരും, പിന്നെ നിൻ്റെ അടുത്തോ എന്നൊക്കെ. ഇങ്ങോട്ട് വന്ന് ഷെയ്ക്ക് ഹാൻഡ് തന്ന് സംസാരിക്കുന്ന സംവിധായകരുണ്ട്, തിരക്കഥാകൃത്തുക്കളുണ്ട്, ചില അഭിനേതാക്കളുണ്ട്. ചില ആൾക്കാർ ഈ പറയുന്ന ഷെയ്ക്ക് ഹാൻഡ് ഒന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ പോകുമ്പോൾ എന്ന് പറഞ്ഞൊരു ചിരിയൊക്കെ തന്നിട്ട് പോകും. അവരെന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഞാൻ അവിടെ ചെന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് നിങ്ങൾ സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ട് വേണ്ട. എനിക്ക് ചെയ്യാനുള്ള പണി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അവരെന്നിലേക്ക് വരാനുള്ളവരാണെങ്കിൽ വന്നോളൂ. സോ പോപ്പുലാരിറ്റിയാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി തിയേറ്ററുകളിൽ വെച്ച് ഷെയ്ക്ക് ഹാൻഡേ കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൻ്റെ ഏറ്റവും വലിയ കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇൻ്റർവെൽ സമയത്ത് ഈ തിയേറ്ററിൻ്റെ ടോയ്ലറ്റിലേക്ക് പോകണം. അവിടെ ചെന്ന് വേറെ അകത്തൊന്നും കയറൊന്നും വേണ്ട, വേറെ ആരെങ്കിലും എന്തൊക്കെ ചെയ്യുന്നതെന്നൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. കയറുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇറങ്ങി വരുന്ന സ്ഥലത്തായിരിക്കും മിക്കവാറും എല്ലായിടത്തും ഈ വാഷ് ബേസിൻ വെച്ചിട്ടുണ്ടാവുക. സോ ഇൻ്റർവെൽ സമയത്ത് ടോയ്ലറ്റിലേക്ക് പോകുന്ന പുരുഷന്മാർ, സ്ത്രീകളുടെ ടോയ്ലറ്റിലേക്ക് എനിക്ക് പോയി നോക്കാൻ പറ്റിയിട്ടില്ല, പുരുഷന്മാരിൽ എത്ര പേര് വാഷ് ബേസിനിൽ കൈ കഴുകിയിട്ട് പുറത്ത് വരുന്നുണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ ടോയ്ലറ്റിൻ്റെ അകത്ത് കയറാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ചുമ്മാ ഡോറിൻ്റെ അവിടെ നിന്ന് നോക്കിക്കോ, എത്ര പേരാണ് കൈ നനഞ്ഞ് അത് തുടച്ചിട്ട് വരുന്നത്. ഒന്നാമത്തെ കാര്യം, മിക്ക ടോയ്ലറ്റുകളിലും ഈ വാഷ് ബേസിൻ്റെ അടുത്ത് ഹാൻഡ് വാഷ് ഉണ്ടാവാറില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അകത്തൊന്നും ഉണ്ടാവില്ല. തന്നെയുമല്ല, ഈ പുറകിലായിട്ട് ഒരു വാഷ് ബേസിനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പുറകിൽ വന്ന് ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുക. അപ്പോൾ കൈ കഴുകാനുള്ള സമയം ചില ആളുകൾക്ക് കിട്ടില്ല. ജസ്റ്റ് കൈ നനയ്ക്കുക, അറ്റ്ലീസ്റ്റ് കൈ നനയ്ക്കുകയെങ്കിലും ചെയ്യുക. ഒരു 80% പേരെങ്കിലും ടോയ്ലറ്റിൽ പോയിട്ട് കൈ കഴുകാതാണ് ഇറങ്ങി വരുന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നെ പച്ചേഷാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഇതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഞാൻ തിയേറ്ററിൽ എന്ന് വെച്ചാൽ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും ആയിട്ട് ഒരു 5-6 സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, അത്രയും തവണ ഈ ടോയ്ലറ്റ്സിൻ്റെ പരിസരത്തുകൂടി പോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. വളരെ മാന്യമായ വസ്ത്രം ധരിച്ച് നല്ല വെട്ടി ഒതുക്കിയ, ചീകി മിനിക്കുക, താടി മീശയൊക്കെ ആയിട്ട് വരുന്ന ചേട്ടന്മാരൊക്കെ അകത്ത് പോയി കാര്യം സാധിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോക്കറ്റിൽ കൈയിട്ട് തുടക്കുകയോ, ചിലർ തുടക്കുകയോ പോലും ചെയ്യാറില്ല. ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ് പുറത്ത് വന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് തരുന്നത്. ശരിക്കും തിയേറ്ററിൽ ഈ നോട്ട് കൊടുക്കുന്നതിന് പകരം UPI പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നതിന് കാരണം, ഈ അതേ കൈ വെച്ച് തന്നെ പോക്കറ്റിൽ കൈയിട്ടെടുക്കുന്ന നോട്ടും ചില്ലറയൊക്കെ ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന, അത് കൈപ്പറ്റുന്ന ആളുകൾ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ പൈസ വാങ്ങുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഒരേ ഗ്ലൗസ് ഇട്ടിട്ടാണ്. ഗ്ലൗസ് ഒന്നും മാറ്റാറില്ല. അപ്പോൾ ഏറ്റവും നല്ലത് UPI പേയ്മെൻറ്റാണ്. ഇനി ഇതേ ആളുകൾ തന്നെ, ഞാൻ ഒരുപാട് വിനയാനിത കുനിതനായി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഈ തിയേറ്ററിൽ നിന്ന് ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ വന്ന് ഷെയ്ക്ക് ഹാൻഡ് തരാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഈ ന്യൂ ജനറേഷൻ എന്താണ് നമ്മുടെ ഈ ജനറേഷന് കൊടുത്തിട്ടുള്ള കണ്ടുപിടുത്തം എന്നൊക്കെ കഴിഞ്ഞ ദിവസം സലിംകുമാർ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ചോദിക്കുകയുണ്ടായി. അങ്ങനെ ന്യൂ ജനറേഷൻ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ പഞ്ച് ചെയ്യുക എന്നുള്ളത്. അതായത് ഷെയ്ക്ക് ഹാൻഡ് തരാൻ ഒരാൾ വരുമ്പോൾ കൈ ചുരുട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇപ്പോൾ 2 കൈ തമ്മിൽ ഇടിച്ചാൽ മതിയല്ലോ. നമ്മൾ പൊതുവേ വിരലിൻ്റെ ഇത്രയും ഭാഗങ്ങളൊക്കെയാണ് ഈ ടോയ്ലറ്റിൽ പോകുമ്പോൾ പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ടി വരിക. ഞാൻ പറയുന്നത് ടോയ്ലറ്റിൽ പോയിട്ട് കുളിച്ചിട്ട് പുറത്തിറങ്ങി വരണമെന്നൊന്നുമല്ല. പക്ഷേ നെയ്ക്കഡായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ശരീരം മറ്റൊരാളുടെ ശരീരത്തിൻ്റെ ഏതൊക്കെ പാർട്സുമായിട്ടാണ് ടച്ച് ചെയ്യരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിലെ ലൈംഗികതയൊന്നുമല്ല പറയുന്നത്, ഹൈജീൻ എന്ന് പറയുന്ന ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. മറ്റൊരാളുടെ ശരീരത്തിൽ സ്പർശിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത, ഹൈജീൻ്റെ മാത്രം പേരിൽ സ്പർശിക്കാൻ താല്പര്യമില്ലാത്ത ഒരിടത്തെ പ്രോസസ്സ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരാൾ കൈ കഴുകാതെയാണ് ഷെയ്ക്ക് ഹാൻഡ് തരുന്നത്. അതൊരു എല്ലാവരും ഒന്നും പറയുന്നില്ല, വളരെ നീറ്റായിട്ട് നിന്ന് കൈയൊക്കെ കഴുകി നീറ്റായിട്ട് പുറത്തിറങ്ങി വരുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് അങ്ങനെ അല്ലാത്ത ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എത്ര പേര് ഈ പരിപാടി ചെയ്യുന്നുണ്ട്. അവരതേ കൈകൊണ്ട് തന്നെ അവിടെയുള്ള കമ്പിയിലും സീറ്റിലും ഒക്കെ പിടിക്കുന്നു, പോപ്കോൺ വാങ്ങിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, പൊട്ടിച്ചിരിക്കുമ്പോൾ തോളത്ത് തട്ടി തലോടുന്നു. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ടാവുന്നു. നമ്മുടെ പഴയ ജനറേഷൻ നമുക്ക് തന്നിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഈ കൂപ്പുകൈ, വണക്കം എന്ന് പറയുന്നത്. 2 കൈ കൂട്ടി പിടിച്ചിട്ട് അതാകുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നില്ലല്ലോ, സ്പർശനം ഉണ്ടാകുന്നില്ലല്ലോ. അവിടുന്ന് നമ്മുടെ പുതിയ ജനറേഷൻ നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ് ഈ പഞ്ച് ചെയ്യുക എന്നുള്ളത്. ഇതും പറ്റുമെങ്കിൽ പരമാവധി ഒഴിവാക്കുക. ഇപ്പോൾ എനിക്ക് തന്നെ ആണെങ്കിലും ഷെയ്ക്ക് ഹാൻഡ് തന്നിട്ട് നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. പരമാവധി ഷെയ്ക്ക് ഹാൻഡ് ഒഴിവാക്കിയിട്ട് ഞാനിപ്പോൾ പഞ്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള, ഏറ്റവും സമാധാനമുള്ള ഒരു രസമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ പഞ്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു രസമുണ്ട്. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഫോർമലായി പോകുന്നത്. ആ പറയുന്ന കാര്യത്തിനെ മാറ്റി നിർത്താം, ഈ പറയുന്ന ഹൈജീൻ ഇഷ്യൂ നമുക്ക് മാറ്റി വെക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 6 എന്നല്ല 10 വന്നു കഴിഞ്ഞാലും തിയേറ്ററിൽ വെച്ച് നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല.
ആൻഡ് തിയേറ്ററിൽ വെച്ചൊന്നല്ല, ഒരാൾ ഷെയ്ക്ക് ഹാൻഡിന് കൈ നീട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ, ഒരു മ്യൂച്വൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഒരു മ്യൂച്വൽ ട്രസ്റ്റ് പാസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു നീഡ് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് തരാൻ വരുന്ന ആൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമാണുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ്. വേണ്ടെന്ന് വെച്ചാൽ ഒരാൾക്കും അതിൽ ചോദിക്കാൻ അവകാശമില്ല. നിങ്ങൾ എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തരാൻ പറ്റും, ഞാൻ ഷെയ്ക്ക് ഹാൻഡ് തരുന്നില്ല, എന്ത് ചെയ്യും നിങ്ങൾ? കൊല്ലുമോ? കേസ് കൊടുക്കുമോ? കേസ് കൊടുക്കാൻ പറ്റില്ല. കാര്യം ഇന്ത്യൻ ഭരണഘടനയിൽ അത് പറഞ്ഞിട്ടില്ല. ശരിക്കും ഈ തിയേറ്ററിലെ ഷെയ്ക്ക് ഹാൻഡ് കൊടുപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നത്. പക്ഷേ ഒരു റെലവൻറ്റ് ടോപ്പിക്കും കൂടി വരുമ്പോൾ അതിനെ കണക്ട് ചെയ്ത് സംസാരിക്കാതെ ഞാനിത് ജസ്റ്റ് ഒരു റീല് മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അധികം ആൾക്കാർ കണ്ടില്ല എന്ന് വരും. ഇതാകുമ്പോൾ ഐശ്വര്യലക്ഷ്മിയുടെയും ആറാട്ടണ്ണൻ്റെയും ഒക്കെ തലയുള്ളത് കൊണ്ട് വേറെ കുറച്ച് ആളുകൾ, അതായത് സ്ഥിരം വീഡിയോ കാണുന്നവരല്ലാത്ത വേറെ കുറച്ച് ആളുകൾ ക്ലിക്ക് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അവരെയും കൂടി ഈ വിവരം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ്, തിയേറ്റർ എന്ന് പറയുന്നത് നല്ല കുഷ്യനുള്ള സീറ്റും ചൂടോടുകൂടി ഭക്ഷണമൊക്കെ തരുന്ന ഒരു സ്ഥലമൊക്കെ തന്നെയാണ്. പക്ഷേ അത് നിങ്ങളുടെ വീട് പോലെയല്ല, അതൊരു പബ്ലിക് സ്പേസാണ്. അവിടെ നമ്മൾ ബിഹേവ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. പിന്നെ പല സ്ഥലത്തുനിന്നും വരുന്നതുകൊണ്ടായിരിക്കും ചില ആളുകൾ ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അനുസരിച്ച് നമ്മളൊന്ന് അഡാപ്റ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് അതൊരു നീഡ് ഫോർ ദ അവർ എന്നുള്ള രീതിയിൽ ജസ്റ്റ് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇതുവരെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്നെ കണ്ട് ഷെയ്ക്ക് ഹാൻഡ് തന്നിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ നിങ്ങളെ അവഹേളിക്കുകയോ പുച്ഛിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ചർച്ചകളാവാം. അതിനുശേഷം ഇനി എൻ്റെ ഈ ചിന്ത തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരുത്താൻ ഞാനും തയ്യാറാണ്. ചർച്ചകളാവാം. മറ്റേ കാണാവണ ഡയലോഗല്ല, ചർച്ചകൾ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.